ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ. ഗ്ലാമിക് എനിക്ക് ഒരു കോഡ് സെറ്റ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ആ സെയിം കോഡ് സെറ്റ് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ് സെറ്റിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളൊരു ഷോർട്സ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് 3 മീറ്റർ തുണിയാണ്. 135 രൂപയാണ് കേട്ടോ ഈ തുണിയുടെ റേറ്റ് വരുന്നത്. കോട്ടൺ ഫാബ്രിക്കാണ്. അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ രണ്ടായിട്ട് മടക്കിയിട്ടേക്കുവാണ്. രണ്ടായിട്ട് 13 ഇഞ്ച് വീതിയാണ് അതിന് വരുന്നത് കേട്ടോ. അതേ മടക്കിയിട്ടേക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ 13 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കിയിട്ടേക്കുവാണ് കേട്ടോ. അത് ഇതുപോലെ. അപ്പം രണ്ട് സൈഡിലും നമ്മൾ അതേപോലെ 13 ഇഞ്ച് അളന്നെടുത്ത് കൃത്യമായിട്ട് മടക്കിയിട്ടേക്കുവാണ്. നമ്മൾ ആദ്യം പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന മെഷർമെൻറ്റുകളെല്ലാം മീഡിയം സൈസിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് അരവണ്ണം ഞാൻ 10 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പം വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ 4 വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നിങ്ങളുടെ ഒരു 40 ഇഞ്ചാണെങ്കിൽ 40 ഡിവൈഡഡ് ബൈ 4 കൊടുക്കണം. അപ്പോഴത്തേക്കും നമുക്ക് 10 ഇഞ്ച് ആയിരിക്കുമല്ലോ കിട്ടുന്നത്. ആ കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ പ്ലസ് 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്യണം. ആ കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ അരവണ്ണമായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ അരവണ്ണം അതിനെ നിങ്ങൾ 4 വെച്ച് ഡിവൈഡ് ചെയ്തെടുത്തതിന് ശേഷം കിട്ടുന്ന തുകയുടെ കൂടെ പ്ലസ് ഒരു 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അരവണ്ണം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ കിട്ടുന്ന തുകയായിരിക്കും നമ്മൾ അരവണ്ണത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കിപ്പോൾ ഞാനിവിടെ എടുത്തേക്കണം 10 ഇഞ്ചാണ്. ഇതൊരു മീഡിയം വരെ കറക്റ്റ് ആയിരിക്കും ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 2 ഇഞ്ച് വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 ഇഞ്ച് വേസ്റ്റ് ബാൻഡിൻ്റെയാണ് ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. ആ ഭാഗം ആ 2 ഇഞ്ച് ഒഴിവാക്കിയതിന് ശേഷമാണ് നമ്മൾ ക്രോച്ച് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ക്രോച്ചിന് വേണ്ടിയിട്ട് നമ്മൾ താഴത്തേക്ക് 13 ഇഞ്ചാണ് കേട്ടോ. 13 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ക്രോച്ചിൻ്റെ അവിടെ 12 ഇഞ്ച് വീതിയാണ് എടുക്കുന്നത്. കണ്ടല്ലോ, നമ്മൾ 10 ഇഞ്ചാണ് വേസ്റ്റ് ലൈനിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അവിടെ നിന്ന് 10 ഇഞ്ചിൽ നിന്നും താഴത്തേക്ക് 13 ഇഞ്ച് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ ക്രോച്ചിൻ്റെ അവിടെ 13 ഇഞ്ച് എത്തുന്നിടത്ത് നമ്മൾ 12 ഇഞ്ച് വീതി എടുക്കണം. അങ്ങനെ 12 ഇഞ്ച് എടുത്തതിന് ശേഷം നമ്മളിത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഞാൻ അവിടെ ഒരു കർവ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുപോലെയാണ് നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം ഇരിക്കണം. അപ്പോൾ 12 ഇഞ്ചാണ് അവിടെ ക്രോച്ചിൻ്റെ അവിടുത്തെ വീതി. കണ്ടല്ലോ, ആ 12 ഇഞ്ച് എടുത്തതിന് ശേഷം നമ്മൾ ആ 12 ഇഞ്ചിന്റെ നേർപകുതി, അതായത് നമുക്ക് സെന്റർ കണ്ടുപിടിക്കണം. നമ്മുടെ പാൻറ്റിന്റെ സെന്ററാണ്. അപ്പം 12ന്റെ നേർപകുതി നമ്മൾ 6 ഇഞ്ചാണ് കേട്ടോ അവിടെ എടുക്കുന്നത്. കണ്ടല്ലോ, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്യണം. 12ന്റെ പകുതി ഞാൻ 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ 2 ഇഞ്ച് വിടണം കേട്ടോ. വേസ്റ്റ് പാൻറ്റിന്റെ 2 ഇഞ്ച് നമ്മൾ വിടണം. അത് നമ്മൾ ലെങ്ത്തിൽ കൂട്ടരുത്. അത് ഒഴിവാക്കിയതിന് ശേഷം ലെങ്ത് ഞാൻ എടുത്തേക്കുന്നത് 34 ഇഞ്ചാണ് കേട്ടോ. ഈ ലെങ്ത് ഒക്കെ ഓരോരുത്തരുടെ ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് 34 ഇഞ്ചാണ് വേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ 34 ഇഞ്ച് എടുത്തതിന് ശേഷം ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ അങ്ങ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം മേളിൽ നമ്മൾ 6 ഇഞ്ചാണല്ലോ എടുത്തത് ക്രോച്ചിൻ്റെ അവിടെ, അതുപോലെ തന്നെ താഴെ നമ്മൾ 34 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചേക്കുന്നിടത്ത് 6 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കണം. അതാണ് നമ്മുടെ സെന്റർ പാൻറ്റിൻ്റെ. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ കൊടുക്കാം. പക്ഷെ ഞാൻ കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ നല്ല വശത്തിട്ടാണ് ഞാൻ ഈ മാർക്കിംഗ് എല്ലാം കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കാൻ പാടില്ലെന്നറിയാം, എന്നാലും ഞാൻ എൻ്റെ ശീലം അങ്ങനെ ആയിപ്പോയി. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും താഴത്തെ അളവുകളും കൂടെ എടുക്കുകയാണ്. 4 ഇഞ്ച് നമ്മൾ സെൻറ്റർ 6 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ 6 ഇഞ്ച് അടയാളപ്പെടുത്തി വെച്ചേക്കുന്നതിൻ്റെ ഇരുവശങ്ങളിലേക്ക് നമ്മൾ 4 ഇഞ്ച് വീതമാണ് എടുക്കുന്നത് കേട്ടോ. 4 ഇഞ്ച് വീതം എടുത്തതിന് ശേഷം നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ എല്ലാം ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരുവാണേ. മേളിലത്തെ വീതി 10 ഇഞ്ചാണ്. പിന്നെ നമ്മുടെ ആ ക്രോച്ചിൻ്റെ അവിടുത്തെ വീതി എന്ന് പറയുന്നത് 12 ഇഞ്ചാണ്. അതൊന്നും കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ക്രോച്ചിന് നമ്മൾ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ക്രോച്ചിൻ്റെ അവിടെ നിന്ന് നമ്മളിത് ഇനി ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കണം. ക്രോച്ചിൻ്റെ അവിടെ നിന്ന് വേണം കേട്ടോ വരച്ചു കൊടുക്കാനായിട്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം. നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തി ഷേപ്പ് വരച്ച് 2 സൈഡിലോട്ട് 4 ഇഞ്ചാണല്ലോ എടുത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ക്രോച്ചിൻ്റെ അവിടെ നിന്ന് ഞാൻ ഇത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 4 ഇഞ്ച് വരച്ച് ഇപ്പം അടയാളപ്പെടുത്തി കൊടുത്തല്ലോ, അതിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുവാണേ. അപ്പോൾ ഇരുവശങ്ങളിലും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. അതായത് ക്രോച്ചിൻ്റെ ഏരിയയിലും തൊട്ടിപ്പുറത്തെ സൈഡിലും നമ്മൾ ആദ്യം വരച്ച സൈഡിലും അതേപോലെ തന്നെ നമ്മൾ വരച്ചു കൊടുക്കണം കേട്ടോ. ആ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ താഴത്തേക്ക് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് വേണം കേട്ടോ ഇടാനായിട്ട്. അപ്പം നമ്മൾ 34 ഇഞ്ച് ലെങ്ത്താണ് എടുക്കണമെങ്കിൽ 34 ഇഞ്ചിൽ നിന്ന് എക്സ്ട്രാ താഴത്തേക്ക് ഒരു 3 ഇഞ്ചും കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ് കേട്ടോ. ആ തുണി വെച്ചാണ് നമ്മൾ മടക്കി അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങളും എക്സ്ട്രാ തുണി വരച്ച് എടുക്കണം കേട്ടോ.
അപ്പോൾ ഇതേപോലെയാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ ആദ്യം ഒരെണ്ണം ഒന്ന് വേസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു തുണിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പാൻറ് തയ്ച്ചിട്ട് നോക്കണം കേട്ടോ. അമ്മമാരുടെ പഴയ നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ തികയുമായിരിക്കും. ആ തുണി നമ്മൾ കളയാതെ അതൊക്കെ വല്ലതും എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് പാൻറ് തയ്ച്ച് നോക്കണം കേട്ടോ. നല്ല അടിപൊളി പാൻറ്റാണ്, നല്ല ഫിറ്റിംഗ് ആണ്. നമുക്ക് ഭയങ്കര സന്തോഷം വരും ഈ പാൻറ് തയ്ച്ചിട്ട് കഴിയാൻ നേരത്ത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിങ്ങിലൂടെ കൂടി നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് നിരീക്ഷിച്ച് കാണാം കേട്ടോ. ഇപ്പം പറഞ്ഞ് ഞാൻ കൊളാക്കിയോന്ന് എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചേക്കുന്ന മെഷർമെൻറ്റും കാര്യങ്ങളും ഞാൻ എടുത്തെടുത്ത് പിന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അതുപോലെ തന്നെ കണ്ട് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ടിങ്ങും പരിപാടിയും ഒന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിത് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം, കണ്ടല്ലോ. അപ്പോഴാണ് നമുക്ക് ഫ്രണ്ടിൻ്റെ 2 പീസായിട്ട് കിട്ടുന്നത്. ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കണവേ. അപ്പം നമ്മുടെ ഫ്രണ്ട് ഭാഗത്തിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിന് വേണ്ടിയിട്ട് ഫ്രണ്ട് നമ്മൾ എങ്ങനെയാണോ മടക്കിയിട്ടത് അതുപോലെ തന്നെ 2ആയിട്ട് മടക്കിയിട്ടേക്കുവാണ് കേട്ടോ. തുണി 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം അത് ഇതുപോലെ അതിന്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 ഇഞ്ച് ഇറക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട്, കണ്ടല്ലോ. അപ്പോൾ ബാക്കിന്റെ പീസ് കട്ട് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഫ്രണ്ട് എങ്ങനെയാണോ വെട്ടിയെടുത്തത് അതുപോലെ തന്നെ നമ്മൾ ബാക്ക് പീസിലേക്ക് തുണി ഇട്ട് കൊടുക്കണം. തുണി ഇട്ട് കൊടുത്തതിന് ശേഷം പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം 1 ഇഞ്ച് ഇറക്കി വേണം ഇടാനായിട്ട്. 1 ഇഞ്ച് ഇറക്കി വേണം ഇടാനായിട്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഭാഗത്തുനിന്ന് 2 ഇഞ്ച് എക്സ്ട്രാ, 2 ഇഞ്ച് തന്നെ കൃത്യം നിങ്ങൾ എടുക്കണം. 2 ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ ഞാൻ കാണിച്ചു തന്ന പോലെ ആ ഒരു ഭാഗത്ത് 2 ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് എടുക്കണം. ഞാനിതിൽ മാർക്ക് ചെയ്ത് എടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സ്ട്രാ സ്മോൾ സൈസാണ്, അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ മാർക്ക് ചെയ്ത് എടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ കൃത്യം 2 ഇഞ്ച് ഇവിടുന്നൊക്കെ കറക്റ്റ് 2 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്തെടുത്തേ പറ്റുള്ളൂ. ഞാനിപ്പോൾ എക്സ്ട്രാ സ്മോൾ ആയതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് എടുക്കുന്നില്ല. ഞാൻ ഈ ക്രോച്ച് മുതലാണ് കൂടുതൽ എടുക്കുന്നത്. അത് എനിക്കായതുകൊണ്ട് മാത്രമാണ്. അത് ഞാൻ 2 ഇഞ്ചല്ല 1.5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ഇതിനകത്ത് 1.5 ഇഞ്ചാണ് എനിക്ക് കൂടുതൽ എടുക്കുന്നത്. പക്ഷെ ഞാനത് എക്സ്ട്രാ സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് ഇത് ഇതുപോലെ ഞാനിപ്പോൾ ഇങ്ങനെ വരച്ചെടുത്തല്ലോ. ഇതേപോലെ നിങ്ങൾ 2 ഇഞ്ച് വേണം കൂടുതൽ എടുക്കാനായിട്ട്. അതും ഫുള്ള് ഈ പാൻറ്റ് ഫുള്ള് നിങ്ങൾ 2 ഇഞ്ച് എടുക്കണം. ആ ഒരു ഏരിയ മുതൽ. ഞാനിപ്പോൾ ഇത് കറക്റ്റായിട്ട് വരച്ച് വരുന്നത് കണ്ടില്ലേ? അങ്ങനല്ല നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ കറക്റ്റ് 2 ഇഞ്ച് കൂടുതൽ എല്ലാ വശത്തും. ഞാൻ ഈ ഒരു സൈഡിൽ 1.5 ഇഞ്ചാണ് ഇവിടെ ഞാൻ കൂടുതൽ എടുക്കുന്നത്. പക്ഷേ മീഡിയം അളവുകാർ 2 ഇഞ്ച്, കൃത്യം 2 ഇഞ്ച്. ഞാൻ ഇവിടെ 1.5 ഇഞ്ചാണ് കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് 2 ഇഞ്ച് വേണം കേട്ടോ കൂടുതൽ എടുക്കാനായിട്ട്. ഇതുപോലെ ഈ കറക്റ്റ് മെഷർമെൻറ്റ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കണം പാൻറ്റ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഞാനിവിടെ 1.5 ഇഞ്ചാണ് എടുത്തേക്കുന്നതെങ്കിൽ നിങ്ങൾ 2 ഇഞ്ച് എടുക്കണം. പിന്നെ ഞാൻ ആ വേസ്റ്റിൻ്റെ ബാൻഡിൻ്റെ അവിടുത്തെ 2 ഇഞ്ച് ഒഴിവാക്കിയാണ് എടുത്തേക്കണത്. അവിടെയും നിങ്ങൾ 2 ഇഞ്ച് എടുക്കണം. പ്രത്യേകം അത് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ 2 ഇഞ്ച് ഈ ഒരു സൈഡിൽ മാത്രം, ആ ക്രോച്ച് ലൈൻ വരക്കുന്ന ആ ഒരു സൈഡിൽ മാത്രമാണ് നമ്മൾ 2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത്. ബാക്കി എല്ലാം സെയിം അതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കണം കേട്ടോ. അത് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ 1 ഇഞ്ച് താഴ്ത്തിയാണല്ലോ ആ തുണി ഇട്ടിരുന്നത്. അത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്ലാൻഡിങ് ലൈൻ വരച്ചു കൊടുക്കണേ. കണ്ടല്ലോ, കൃത്യമായിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്ലാൻഡിങ് ലൈൻ വേണം. അതായത് തുടക്കം ആ പാൻറ്റിൻ്റെ സെയിം അതേ ഹൈറ്റ് ലെങ്ത് തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് മാത്രമാണ് നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 1 ഇഞ്ച് അങ്ങ് കൂട്ടിയെടുത്ത് നിങ്ങൾ കൃത്യമായിട്ട് വെട്ടിയെടുക്കണം കേട്ടോ ഇതുപോലെ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ വെട്ടിയെടുക്കണം. ഇവിടെ ഞാൻ വെട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. തുടങ്ങുന്നത് മറ്റേ പാൻറ്റിൻ്റെ ഒപ്പത്ത് നിന്നാണെങ്കിൽ അവസാനിക്കുന്നിടത്താണ് 1 ഇഞ്ച് കൂടുതൽ വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിൽ കുറച്ചും കൂടെ തുണിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വളച്ച് നമ്മൾ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വെട്ടിയെടുത്തതുപോലെ തന്നെയാണ് ഒരു സൈഡ് നമ്മൾ വെട്ടിയെടുക്കുന്നത്. മറ്റേ സൈഡിലാണ് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സൈഡിലാണ് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടേക്കുന്നത്. അത് ആ ക്രോച്ച് വരുന്ന സൈഡിലാണ്. ഇവിടെ നിങ്ങൾ 2 ഇഞ്ച് തന്നെ കൃത്യം എക്സ്ട്രാ ഇടണം. അത് മറക്കരുതാരും. അപ്പം ഞാൻ ഈ ഒരു സൈഡിൽ ഞാൻ ഇവിടം വരെ എൻ്റെ എടുത്തിട്ടുള്ളെങ്കിൽ നിങ്ങൾ ആ ക്രോച്ചിൻ്റെ ആ ഒരു ഏരിയ ഫുള്ളും വേസ്റ്റ് മുതൽ താഴത്തേക്കുള്ള ക്രോച്ചിൻ്റെ ആ ഏരിയ മുഴുവനും ആ ഒരു ഭാഗം ഫുള്ള് 2 ഇഞ്ച് നിങ്ങൾ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് പിന്നെയും പറയുന്നത് ആരും തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്കിത് തയ്ച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ലൈനിങ് നമ്മൾ അതുപോലെ തന്നെ ഇട്ടിട്ട് ഞാൻ ലൈനിങ് വെട്ടിയെടുക്കുവാണ്. നമ്മൾ ഫ്രണ്ടും ബാക്കും എങ്ങനെയാണോ ഇട്ടത് അതുപോലെ തന്നെ ഇട്ട് ഞാൻ ലൈനിങ് വെട്ടിയെടുക്കുവാണ്. അപ്പോൾ ഞാൻ ആദ്യം വെട്ടിയെടുത്തേക്കണ ബാക്കിൻ്റെ ലൈനിങ് ആണ് കേട്ടോ. ബാക്കിനെ കറക്റ്റായിട്ട് ലൈനിങ് അതുപോലെ തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്.
അപ്പോൾ അതേ കട്ടിങ് ഒന്നും കൊള്ളാത്ത ഭാഗത്തൊക്കെ ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുവാണേ. ഈ ഒരു ഭാഗത്ത് കട്ടിങ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുമ്പോൾ കട്ടിങ് കൊള്ളത്തില്ലല്ലോ, അത് ലാസ്റ്റ് ഞാൻ 2 സെപ്പറേറ്റ് ചെയ്ത് വിടിയിപ്പിച്ചെടുക്കണതാണ്. അപ്പോൾ അതേ ഞാൻ ബാക്ക് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ്. ഇനി ഫ്രണ്ടിൻ്റെ ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ കുറച്ച് തുണി നമ്മൾ ഇട്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഫ്രണ്ട് ഭാഗം അതുപോലെ തന്നെ വെച്ച് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുവാണ് ഈ കാണുന്നത്. ഫ്രണ്ടിൻ്റെ ലൈനിങ് നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണമേ. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോകണം. നമ്മുടെ കട്ടിങ് എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് ഇട്ടാണല്ലോ ഈ പാൻറ്റ് തയ്ക്കുന്നത്. കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് ഇട്ട് നമ്മൾ പാൻറ്റ് തയ്ക്കുന്നത്. ലൈനിങ് ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. കുറച്ച് കട്ടിയുള്ള തുണിയൊക്കെ ആണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് ലൈനിങ് ഉള്ളവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ, അതായത് ചീത്ത വശത്തിൻ്റെ കൂടെ വേണം നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല വശമാണ് ഈ മേളിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പം ആ നല്ല വശം ഉള്ളതിൻ്റെ അടിയിലായിട്ട് ചീത്ത വശത്തിൻ്റെ ആ ഭാഗത്ത് നമ്മൾ ലൈനിങ് എല്ലാ പീസിലും, ഇപ്പം 4 പീസുണ്ട് നമുക്ക്. ഫ്രണ്ടിൻ്റെ 2 പീസും ബാക്കിൻ്റെ 2 പീസും, ഈ 4 പീസ് തുണിയുടെ അടിഭാഗത്തായിട്ട് ലൈനിങ് ഇതുപോലെ 4 വശത്തും എല്ലാ വശത്തും നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ 4 വശത്തും ഇതേപോലെ അടിച്ചു കൊടുത്ത് ലൈനിങ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതായത് ആ തുണി ഒരൊറ്റ പീസ് തുണി പോലെ ആക്കി എടുക്കണം. ഇതേപോലെ നമ്മൾ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് കേട്ടോ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാ തുണിയിലും ലൈനിങ് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ വശങ്ങളും ഇതുപോലെ ഒന്ന് ലൈനിങ് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, എല്ലാ സൈഡും എല്ലാ വശങ്ങളും അടിച്ച് നമ്മൾ 4 പീസ് തുണിയിലും ഇതേപോലെ ലൈനിങ് വെച്ച് കൊടുക്കണം. ലൈനിങ് വെക്കാത്തവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ലൈനിങ് വെക്കുന്നവർ മാത്രം ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കട്ടിങ് എല്ലാം സെയിം തന്നെ, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഞാൻ എല്ലാ പീസിലും ഇതേപോലെ ലൈനിങ് വെച്ച് എടുക്കുവാണ് കേട്ടോ. ഇത്രയും സ്ലോ ആയിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അതെ നമ്മൾ എല്ലാ പീസിലും ലൈനിങ് ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ലൈനിങ്ങിൻ്റെ എല്ലാ പീസിൻ്റെയും താഴ്ഭാഗത്ത് ലൈനിങ് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല വശവും കൂടി ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് ഭാഗമാണ്. ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല വശവും കൂടി ഇതുപോലെ ക്രോച്ചിൻ്റെ ഭാഗം കൂട്ടി യോജിപ്പിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ ആദ്യം തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ക്രോച്ചിൻ്റെ ഭാഗമാണ് കേട്ടോ ആദ്യം നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 തവണ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ പെട്ടെന്ന് വിട്ടുപോരും. നമ്മുടെ പാൻറ്റിൻ്റെ ഒരു താഴത്തെ ഭാഗമാണല്ലോ, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നടക്കുമ്പോഴത്തേനൊക്കെ വലിയാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 പ്രാവശ്യം അടിച്ച് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്രോച്ചിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ ഫ്രണ്ടും കൂടെ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗം പാൻറ്റിൻ്റെ മുൻവശത്തെ 2 വശങ്ങൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് കൊടുത്തതേ പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം റെഡിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് ഭാഗം യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ഈ ക്രോച്ചിൻ്റെ 2 വശങ്ങൾ നമ്മൾ ഫ്രണ്ടും ബാക്കും യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്നിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. കണ്ടല്ലോ, ഇവിടെയാണ് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ സൈഡിലേക്ക് വരുമ്പം സൈഡിലേക്ക് കറക്റ്റാണ്. ആ മേളിലത്തെ സെൻറ്ററിലുള്ള ആ മേളിലത്തെ വശത്ത് മാത്രമാണ് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ ഒന്നിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഏറ്റവും താഴത്തെ ഭാഗം ഉണ്ടല്ലോ, ആ 2 വശങ്ങൾ ഒന്നിച്ച് മുഖാമുഖം ചേർത്ത് വെക്കണം. അതായത് നല്ല വശവും കൂടി ഇതുപോലെ ആ ഒരു താഴത്തെ ഭാഗമാണ് നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ ആ സെൻറ്റർ വേണം കൂട്ടി യോജിപ്പിച്ച് പിടിക്കാനായിട്ട് കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം മുതലേ നമ്മൾ അടിച്ചു വരാൻ നേരത്ത് ഈ വശങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ട് സെൻറ്ററുകൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ നമ്മൾ അടിച്ച് സെക്യൂർ ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ്. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുവാണേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടിക്കുന്നത് ഈ ഒരു വശമാണ്. പാൻറ്റ് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് വെറും അരമണിക്കൂർ മതി കേട്ടോ. അതായത് നമ്മുടെ അളവുകളൊക്കെ കൃത്യമായിട്ട് തയ്ച്ച് നമുക്ക് തയ്ക്കാൻ അറിയുന്നവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാം. പാൻറ്റ് തയ്ക്കാനാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പാടില്ലാത്തതിൻ്റെയും പിന്നെ ബിഗിനർ ആയതിൻ്റെയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു പാൻറ്റ് തയ്ച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ താഴത്തെ ഭാഗം ആദ്യമേ തന്നെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ 2 വശങ്ങളും ആദ്യത്തെ ഒരു വശം നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് മറ്റേ വശത്ത് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ വശവും കൂടി ഇതുപോലെ കൃത്യമായിട്ട് ഒന്നിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ അടിച്ചെടുക്കുവാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് തന്നെ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലെനിക്ക് കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ എക്സ്ട്രാ സ്മോൾ സൈസാണ്, അപ്പോൾ ഞാൻ മീഡിയം സൈസിൻ്റെ അളവിലാണ് പാൻറ്റെല്ലാം കട്ട് ചെയ്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി പാൻറ്റൊന്നും ഇതുവരെ തയ്ച്ചിട്ടില്ല. എല്ലാം എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് മീഡിയം സൈസിലാണ് തയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ
മീഡിയം സൈസിലാണ് എല്ലാം ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ എക്സ്ട്രാ സ്മോളിലേക്ക് ആക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അത് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ അളവുകളെല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ. കറക്റ്റായിട്ട് നിങ്ങൾക്ക് പാൻറ് കിട്ടും, മീഡിയം സൈസിലുള്ളവർ. അപ്പം അതേ നമ്മൾ മറ്റേ സൈഡും കൂടെ ഇതുപോലെ തന്നെ ഒന്നിച്ച് വെച്ച് ചേർത്ത് വെച്ച് കൊടുത്ത് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അതെ, അങ്ങേ അറ്റം വരെ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് മറ്റേ വശം. അതായത് നമ്മൾ ഒരു സൈഡ് ആദ്യം അടിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് അടിക്കാനായിട്ട് വേറൊരു സൈഡും കൂടെ അല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രണ്ട് വശങ്ങളും നമ്മൾ അടിച്ച് ഫസ്റ്റ് സെക്യൂർ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ എല്ലാ വശങ്ങളും നമ്മളിപ്പോൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവിടെ എന്നെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മീഡിയം സൈസിൻ്റെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലുതായിപ്പോയി. അപ്പം എനിക്കൊരു 11.5 ഇഞ്ച് മതി ക്രോച്ച്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സ്ട്രാ സ്മോൾ സൈസ് ആയതുകൊണ്ട്, നമ്മളിവിടെ 13 ഇഞ്ചാണ് ക്രോച്ച് എടുത്തേക്കുന്നത്. എനിക്ക് 13 ഇഞ്ച് വേണ്ട, എനിക്ക് 11.5 ഇഞ്ച് മതി. ഞാൻ എക്സ്ട്രാ സ്മോൾ സൈസ് ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ഇഞ്ച് എനിക്ക് കൂടുതൽ വന്നു പോയി. അപ്പോൾ ഞാനിപ്പോൾ ആ 2 ഇഞ്ച് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റുവാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് കൊണ്ട് തന്നെ എനിക്ക് 2 ഇഞ്ച് താഴെ എക്സ്ട്രാ തുണി വേണ്ടി വന്നു. കാരണം നമ്മുടെ ഹൈറ്റൊക്കെ നമ്മൾ ലെങ്ത്തൊക്കെ കറക്റ്റ് ആയിട്ടാണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് ഇവിടെ കുറച്ചെടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എക്സ്ട്രാ സ്മോൾ ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഓൾട്രേഷൻ പിന്നീട് വന്നത് എനിക്ക്. നിങ്ങൾ മീഡിയം സൈസ് ഉള്ളവർക്ക് കുഴപ്പമില്ല. ഇത് വളരെ കൃത്യമായിട്ടുള്ള അളവുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ എക്സ്ട്രാ സ്മോളിലേക്ക് ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണിത്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. എക്സ്ട്രാ സ്മോൾ ഉള്ളവരാണെങ്കിൽ ക്രോച്ച് ലെങ്ത് എന്നെ പോലെ തന്നെ 11.5 എടുത്താൽ മതി കേട്ടോ. 11.5 എക്സ്ട്രാ സ്മോളുകാരുടെ ക്രോച്ച് ലെങ്ത്. അപ്പം ഞാൻ ആ ഒരു സൈഡ് 2 ഇഞ്ച് എക്സ്ട്രാ ഉള്ളത് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഞാൻ താഴത്തേക്ക് ഒരു 2 ഇഞ്ച് തുണി വെച്ചാണ് ഇനി മടക്കി അടിക്കാൻ പോണത് കേട്ടോ. താഴത്ത് എനിക്കൊരു 2 ഇഞ്ച് തുണി എക്സ്ട്രാ വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ട്, നമ്മൾ മേളിൽ നിന്ന് വെട്ടിക്കളഞ്ഞത് കൊണ്ട് തന്നെ. അപ്പോൾ അതെ, നമ്മളിനി മേളിൽ നിന്ന് നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ വെട്ടിക്കളഞ്ഞപ്പോഴത്തേനും എനിക്ക് കൃത്യമായി കേട്ടോ. പാൻറ്റ് കറക്റ്റ് അളവല്ല വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അവിടെ മേൽഭാഗം നമുക്ക് ഇനി അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ തന്നെ ഞാൻ മേളിൽ ഒരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ടക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെൻറ്റർ പിടിച്ചെടുത്തതിന് ശേഷം മടക്കി വെച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് സെൻറ്റർ പിടിച്ചെടുത്ത് കൊടുക്കുവാണ്. അതെ, ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ 2 സൈഡിലും ഇങ്ങനെ ഈ മേളിൽ വിട്ടേക്കുന്ന 2 ഇഞ്ച് എനിക്ക് വേസ്റ്റ് ബാൻഡിൻ്റെ ഏരിയ ആണ്. ആ 2 ഇഞ്ച് വിട്ട് കൊടുത്തതിന് ശേഷം താഴത്തേക്ക് ഞാനൊരു 4 ഇഞ്ചാണ് ടക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഫ്രണ്ടിലാണ് നമ്മൾ ടക്ക് കൊടുക്കണം. അപ്പോൾ 2 വശത്തിൻ്റെ സെൻറ്ററിലാണ് കേട്ടോ ഞാൻ ടക്ക് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും സെൻറ്ററിൽ, അതിൻ്റെ 2 സൈഡിലും സെൻറ്ററിലാണ് ഞാൻ ടക്കിട്ട് കൊടുത്തേക്കണത്. കണ്ടല്ലോ, ഈ സെൻറ്ററിൽ നമ്മൾ 4 ഇഞ്ച് താഴത്തേക്ക് ടക്കിട്ട് കൊടുക്കുന്നുണ്ട്, ഇവിടെ 4 ഇഞ്ച് താഴത്തേക്ക്. അപ്പോൾ ടോട്ടൽ 6 ഇഞ്ച് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ബാൻഡിനും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ 6 ഇഞ്ച് വരുന്നുണ്ട്. വേസ്റ്റ് ബാൻഡ് കൂടാതെ 4 ഇഞ്ചിലാണ് ഞാൻ ടക്കിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ടക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ടക്കിട്ട് കൊടുത്തതിന് ശേഷം ഞാനാണ് ആദ്യം ഞാൻ വിചാരിച്ചത്, അതുകൊണ്ടാണ് മൊത്തം ആദ്യമേ തന്നെ അടിച്ചു വെച്ചത്. ഇലാസ്റ്റിക്കാണ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ അടിച്ചു വെച്ചതുപോലെ തന്നെ എല്ലാ വശത്തും ക്ലോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇലാസ്റ്റിക് അകത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ ഞാൻ പിന്നീട് വിചാരിച്ചു ഇലാസ്റ്റിക് വെച്ചാൽ കുറച്ചും കൂടെ നീറ്റ് ലുക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സിബ് വെച്ച് ക്ലോസ് ചെയ്യാം. അപ്പോൾ സൈഡ് സിബ്ബറാണ് നമ്മളിതിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ഇഞ്ച് നീറ്റായിട്ട് അകത്തേക്ക് ഇതുപോലെ മടക്കി അടിച്ചെടുക്കുവാണേ. അപ്പോൾ നിങ്ങൾ ഇലാസ്റ്റിക് ആണ് വെക്കണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ അങ്ങനെ ക്ലോസ് ചെയ്തെടുത്തതിന് ശേഷം ഈ 2 ഇഞ്ച് അകത്തേക്ക് ഇതുപോലെ തന്നെ വെച്ച് ഫുൾ റൗണ്ട് മടക്കി അടിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഇലാസ്റ്റിക് നമുക്ക് ആവശ്യമുള്ളത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളുടെ വേസ്റ്റ് സൈസിൽ നിന്ന് 4 ഇഞ്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, അതായത് ഇപ്പോൾ 30 ഇഞ്ചാണെങ്കിൽ നമ്മൾ 26 ഇഞ്ച് ഇലാസ്റ്റിക് എടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും, നമുക്ക് പാൻറ്റ് അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പം നമ്മൾ സിബാണ് വെച്ച് കൊടുക്കുന്നത് ഇവിടെ. ഇപ്പം അതേ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പാൻറ്റിൻ്റെ ഏറ്റവും താഴെ എനിക്ക് 2 ഇഞ്ച് നമ്മൾ മേളിൽ നിന്ന് വെട്ടിക്കളഞ്ഞപ്പോഴത്തേനും എനിക്ക് ലെങ്ത്തിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തേക്ക് ആ ഒരു 2 ഇഞ്ച് തുണി എക്സ്ട്രാ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഈ തുണി വെച്ചിട്ടാണ് നമ്മൾ മടക്കി ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. മടക്കി അടിക്കുന്ന തുണിയിലാണ് നമുക്ക് അപ്പോൾ ആ കുറവ് വന്നത് കേട്ടോ. നമ്മൾ എക്സ്ട്രാ തുണി മടക്കി അടിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ആ മടക്കി അടിക്കി ഇട്ടിരുന്ന തുണിയിൽ നമുക്ക് കുറവ് വന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് തുണി എടുത്ത് ഇതുപോലെ പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ആ തുണി വെച്ചാണ് കേട്ടോ മടക്കി അടിക്കുന്നത്. അപ്പോൾ താഴെ ഞാൻ ഇതുപോലാണ് മടക്കി അടിച്ച് ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ ആ ഒരു വേസ്റ്റിൻ്റെ സൈഡാണ് കേട്ടോ അടിച്ചു കൊടുത്തത്. ഞാനത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് വിടിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച്. അപ്പോൾ ആ വിടിപ്പിച്ച ഭാഗം ഞാൻ യോജിപ്പിച്ചെടുത്തു. അങ്ങനെ ഒരു വശം ഞാൻ നീറ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റേ സൈഡിലാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഒരു വശത്തായിട്ടാണ് ഞാൻ വലത്ത് സൈഡിലാണ് സിബ് വെച്ച് കൊടുത്തത്. അപ്പോൾ ആ വലത്ത് സൈഡിൽ കുറച്ച് ഭാഗം ഞാൻ ഇതുപോലെ തന്നെ വിടിപ്പിച്ചിട്ടേക്കുവാണ്.
നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ ആ ഒരു ഭാഗം കൃത്യമായിട്ട് നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട് കേട്ടോ, 2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ച്. അങ്ങനെ നമ്മൾ നീറ്റായിട്ട് എടുത്തതിന് ശേഷമാണ് ഇത് ഇതുപോലെയാണ് നമ്മൾ സിബ് വെച്ച്, ഇൻവിസിബിൾ സിബാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഇതുപോലെ തുറന്നിടണം. നമ്മൾ എന്തോരാണോ സിബ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഭാഗം ഇങ്ങനെ തയ്യലുണ്ടെങ്കിൽ അതൊക്കെ വിടിയിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതായത് നല്ല ഭാഗത്താണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നത്. നല്ല വശം ഇങ്ങനെ തുറന്നെടുത്തതിന് ശേഷം സിബ് ഒന്ന് വിരിച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് സിബ് തുറന്ന് വെക്കണം. ഇൻവിസിബിൾ സിബ് വെക്കുന്ന രീതി നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയത്തില്ല. ഇനി ഇൻവിസിബിൾ സിബ് വെക്കാൻ അറിയുന്നവർ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇൻവിസിബിൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 വശങ്ങളിലേക്കും തുറന്ന് വെക്കണം കേട്ടോ, വായുഭാഗം സിബിൻ്റെ. അപ്പോൾ അതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ 1 ഫൂട്ട് ഇട്ടാണ് നമ്മൾ ഇൻവിസിബിൾ സിബ് അടിച്ചു കൊടുക്കുന്നത്. അങ്ങനത്തെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇൻവിസിബിൾ സിബ് വെക്കുന്നത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഉടനെ തന്നെ ചെയ്യാം ഇൻവിസിബിൾ സിബ് എങ്ങനെ വെക്കണമെന്ന്. അങ്ങനെ നമ്മൾ ആ സിബ് വെച്ച് കൊടുത്തതിന് ശേഷം താഴത്തെ ആ ഒരു ഭാഗവും കൂടി നന്നായിട്ട് സെക്യൂർ ചെയ്ത് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്ത് താഴെ ഒന്ന് വിട്ടൊന്നും പോരാതിരിക്കാനായിട്ട് ഒന്നും കൂടെ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സിബ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് താഴെയുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത്, എക്സ്ട്രാ ഉള്ള സിബൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തൊക്കെ മാറ്റാം. പിന്നെ എക്സ്ട്രാ തുണിയുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ. അത് ഇതുപോലെ എക്സ്ട്രാ ഉള്ളിലേക്ക് മേളിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു പോർഷനൊക്കെ അത് ഇതുപോലെ നമ്മൾ അകത്തേക്ക് വെച്ച് നീറ്റായിട്ട് മടക്കി അടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ വൃത്തികേടാണല്ലോ. അതൊക്കെ നമ്മൾ നീറ്റായിട്ട് ഉള്ളിലേക്ക് വെച്ച് മടക്കി അടിച്ച് ആ സൈഡ് പോർഷനൊക്കെ നമ്മൾ ഇപ്പോൾ ഒന്ന് മടക്കി അടിച്ച് നീറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ആ ഒരു ഭാഗം. അങ്ങനെ നമ്മൾ സിബ് ഇതുപോലെ നമ്മൾ വെച്ചെടുക്കണം. ആ സൈഡ് പോർഷനും ഒക്കെ ഞാൻ മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ നീറ്റായിട്ട്. അപ്പോൾ നമ്മുടെ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗം ഇതുപോലാണ് നമ്മൾ നീറ്റായിട്ട് മടക്കി അടിച്ച് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണതേ. അപ്പോൾ ഒരു വശം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റേ വശം നമുക്ക് അതുപോലെ തന്നെ മടക്കി വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഞാൻ നീറ്റായിട്ട് വെച്ചൊന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാൻറ് തയ്ക്കുന്ന അവസാനത്തെ സ്റ്റെപ്പും കൂടി ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കോട്ടിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ അടുത്ത വീഡിയോയിലാണ് കേട്ടോ ഇടുന്നത്. ബൈ.